നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക നീക്കങ്ങളുമായി പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ടു പോകുമ്പോഴും ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞുമാറി ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ KP ശങ്കർദാസും N വിജയകുമാറും ഇന്ന് രാവിലെ ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിധി വരുന്നതുവരെ അന്വേഷണ സംഘത്തിന് മുന്നിലെത്തേണ്ടെന്നാണ് ഇരുവരുടെയും തീരുമാനം. ചോദ്യം ചെയ്യലിന് ഹാജരായാൽ ഉടൻ അറസ്റ്റ് ഉണ്ടായേക്കുമെന്ന ഭയമാണ് ഇതിന് പിന്നിൽ. ശങ്കർദാസ് സുപ്രീം കോടതിയെയും സമീപിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിലെ എതിർ പരാമർശങ്ങൾ നീക്കണമെന്നാണ് പ്രധാന ആവശ്യം. ഇതേ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിരുന്ന പത്മകുമാറിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ പത്മകുമാറിനൊപ്പം തീരുമാനങ്ങളെടുത്ത ബോർഡ് അംഗങ്ങളായ ശങ്കർദാസിനെയും വിജയകുമാറിനെയും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഹൈക്കോടതി ആശ്ചര്യം പ്രകടിപ്പിച്ചിരുന്നു. കോടതിയുടെ ഈ പരാമർശത്തിന് പിന്നാലെയാണ് അന്വേഷണ സംഘം ഇവർക്ക് മൂന്നാം തവണയും നോട്ടീസ് അയച്ചത്. ഈ സാഹചര്യത്തിലാണ് ശങ്കർദാസ് സുപ്രീം കോടതിയെ സമീപിച്ചത്. IPS ഉദ്യോഗസ്ഥനായ ഹരിശങ്കറിന്റെ അച്ഛനാണ് ശങ്കർദാസ്. അതുകൊണ്ട് തന്നെ നോട്ടീസ് ലംഘിച്ചാലും ഇവരെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാവില്ല. അതിനിടെ രണ്ടുപേരും രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറിയെന്നും സൂചനയുണ്ട്. അറസ്റ്റ് സാധ്യത മുന്നിൽ കണ്ട് ഇരുവരും കൊല്ലം വിജിലൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ജാമ്യാപേക്ഷയിൽ കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഇവരുടെ അടുത്ത നീക്കം. ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികളിലും വിഗ്രഹങ്ങളിലും നടന്ന ക്രമക്കേടുകളിൽ ബോർഡ് അംഗങ്ങളെന്ന നിലയിൽ ഇവർക്ക് നേരിട്ട് പങ്കുണ്ടെന്നാണ് SITയുടെ നിഗമനം. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പിടിച്ചെടുക്കുന്നതിലും തെളിവുകൾ ശേഖരിക്കുന്നതിനുമാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത്. സുപ്രീം കോടതിയിലെ ഹർജിയിൽ അനുകൂല തീരുമാനം ശങ്കർദാസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതോടെ കേസ് തന്നെ അപ്രസക്തമാകുമെന്നാണ് വിലയിരുത്തൽ. നേരത്തെ 2 തവണ നോട്ടീസ് നൽകിയിട്ടും ഇരുവരും ഹാജരായിരുന്നില്ല. ഭരണസ്വാധീനം ഉപയോഗിച്ച് അറസ്റ്റ് വൈകിപ്പിക്കുകയാണ് എന്ന ആക്ഷേപം ശക്തമാകുന്നതിനിടയിലാണ് SIT നിലപാട് കർശനമാക്കിയത്. ഡയമണ്ട് മണി എന്നറിയപ്പെടുന്ന വിഗ്രഹക്കടത്ത് മാഫിയ തലവനുമായി ശബരിമലയിലെ ഉന്നതർക്ക് ബന്ധമുണ്ടെന്ന വെളിപ്പെടുത്തൽ കൂടി പുറത്തു വന്നതോടുകൂടി മുൻ ബോർഡ് അംഗങ്ങളുടെ പങ്ക് കൂടുതൽ സംശയത്തിലായിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ നിരീക്ഷണവും ഇവർക്ക് എതിരാണ്. സുപ്രീം കോടതിയിൽ ശങ്കർദാസ് നൽകിയ ഹർജിയിൽ അനുകൂലമായ പരാമർശങ്ങൾ ഉണ്ടായാൽ അത് നിലവിലെ കേസിനെ തന്നെ ബാധിച്ചേക്കാം. എന്നാൽ വിജിലൻസ് കോടതി ജാമ്യം നിഷേധിച്ചാൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇവരെ പിടികൂടുകയല്ലാതെ മറ്റു വഴികളുണ്ടാകില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിലും അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തിലും നിർണായക പങ്കുണ്ടെന്ന് സംശയിക്കുന്ന D മണി എന്ന ഡയമണ്ട് മണിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. തമിഴ്നാട് ദിണ്ടിക്കൽ സ്വദേശിയായ ബാലമുരുകനാണ് D മണി എന്ന അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഡയമണ്ട് മണി എന്നാണ് വിളിപ്പേര്. ശബരിമലയിൽ നിന്ന് പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയെന്ന പ്രവാസി വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം. മഹാരാഷ്ട്ര സംഘവും ഇതിന് പിന്നിലുണ്ടെന്നാണ് സൂചന. രമേശ് ചെന്നിത്തലയാണ് ഈ വിവരം ആദ്യം പുറത്തുവിട്ടത്. പിന്നീട് വ്യവസായി മൊഴിയും നൽകി. ശബരിമലയിൽ നിന്ന് 4 പഞ്ചലോക വിഗ്രഹങ്ങൾ അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയ്ക്ക് വിറ്റതായാണ് വ്യവസായിയുടെ മൊഴി. 2019-20 കാലയളവിൽ നടന്ന ഈ കടത്തിന് പുറമെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളും സ്വർണവും ഈ സംഘം ലക്ഷ്യമിട്ടിരുന്നതായും ആരോപണമുണ്ട്. അന്താരാഷ്ട്ര മാഫിയയെ പരിചയപ്പെടുത്തിയത് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുമായി അടുത്ത ബന്ധമുള്ളവരാണെന്നും കേരളത്തിലെ ക്ഷേത്ര ഭരണ ചുമതലയുള്ള ഒരു ഉന്നതന്റെ നേതൃത്വത്തിലാണ് വിഗ്രഹങ്ങൾ കൈമാറിയതെന്നും മൊഴിയിൽ പറയുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ ഇടപാടുകളിലെ പ്രധാന ഇടനിലക്കാരനെന്നും 2020 ഒക്ടോബർ 26-ന് തിരുവനന്തപുരത്ത് വെച്ച് വൻതോതിൽ പണക്കൈമാറ്റം നടന്നതായും വ്യവസായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 1000 കോടി രൂപയുടെ ഇടപാടാണ് കേരളത്തിൽ ഈ സംഘം ലക്ഷ്യമിട്ടതെന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ ക്ഷേത്രങ്ങളിൽ നിന്ന് വിഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടതായി ഇതുവരെ ഔദ്യോഗിക വിവരമൊന്നുമില്ലാത്തതിനാൽ പ്രവാസി വ്യവസായിയുടെ മൊഴി എത്രത്തോളം സത്യമാണെന്ന് പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മണിയെ അറിയാമെന്ന നിഗമനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. അതേസമയം കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ നിലപാട് തേടിയിട്ടുണ്ട്. ഇതിനുള്ള മറുപടി പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാക്കി വരികയാണ്. അന്വേഷണം ഏറ്റെടുക്കാമെന്ന് CBI അറിയിച്ചിട്ടുണ്ട്. D മണിയെ ചോദ്യം ചെയ്തതോടുകൂടി ഈ വമ്പൻ ഗൂഢാലോചനയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേസിലെ മുഖ്യപ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, സുധീഷ് കുമാർ എന്നിവരെ പ്രത്യേക അന്വേഷണ സംഘം ജയിലിലെത്തി ചോദ്യം ചെയ്തിരുന്നു. പ്രവാസി വ്യവസായി നടത്തിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ D മണി എന്നറിയപ്പെടുന്ന ബാലമുരുകന്റെ പങ്കിനെ കുറിച്ച് വ്യക്തത വരുത്താനായിരുന്നു ഈ നീക്കം. 2020 ഒക്ടോബർ 20-ന് തിരുവനന്തപുരത്ത് വെച്ച സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വൻതോതിൽ പണം കൈമാറ്റം നടന്നതായി വ്യവസായി ആരോപിച്ചിരുന്നു. D മണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശബരിമലയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥരും മാത്രമാണ് ഈ രഹസ്യ
ഇടപാടിൽ പങ്കെടുത്തത് എന്നാണ് വിവരം. അന്താരാഷ്ട്ര ബന്ധം. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വിലപിടിപ്പുള്ള പുരാവസ്തുക്കളും വിഗ്രഹങ്ങളും അന്താരാഷ്ട്ര വിപണിയിൽ എത്തിക്കുന്ന മാഫിയയുടെ കണ്ണിയായാണ് ഡി മണിയെ പോലീസ് സംശയിക്കുന്നത്. ഈ സംഘം മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ പുറത്തുവന്ന വിവരങ്ങൾ ശരിവെക്കുന്നതാണോ ജയിലിൽ പ്രതികൾ നൽകിയ മൊഴിയെന്ന് SIT പരിശോധിച്ചു വരികയാണ്. പണം കൈമാറ്റം നടത്തുന്നതുവെന്ന് പറയുന്ന സമയത്ത് ഡി മണി തിരുവനന്തപുരത്ത് എത്തിയതിന്റെ തെളിവുകളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. ശബരിമലയിലെ ആ ഉന്നതൻ ആരാണെന്ന കാര്യത്തിൽ ഇതോടെ കൂടുതൽ വ്യക്തത വരുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി പിണറായി വിജയനും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് നിൽക്കുന്ന തരത്തിലുള്ള വ്യാജ AI ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യക്കെതിരെ കോഴിക്കോട് ചേവൂർ പോലീസ് കേസെടുത്തത് CPM തീരുമാനപ്രകാരം. LDF UDF പ്രവർത്തകർക്കിടയിൽ രാഷ്ട്രീയ സംഘർഷമുണ്ടാകുന്നു എന്ന ബോധപൂർവമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ചിത്രം പങ്കുവച്ചതെന്ന് ആരോപിച്ചാണ് നടപടി. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 192 കലാപമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി പ്രകോപനം സൃഷ്ടിക്കൽ, കേരള പോലീസ് ആക്ട് സെക്ഷൻ 120 പൊതുജനശല്യം ഉണ്ടാക്കുന്ന തരത്തിലുള്ള കിംവദന്തികൾ പ്രചരിപ്പിക്കൽ എന്നീ ഗുരുതരമായ വകുപ്പുകൾ പ്രകാരമാണ് കേസന്വേഷണം നടക്കുന്നത്. പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അഗാധമായ ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള അടിക്കുറിപ്പോടുകൂടിയാണ് N സുബ്രഹ്മണ്യൻ ഫേസ്ബുക്കിൽ ഈ ചിത്രം പോസ്റ്റ് ചെയ്തത്. നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോറ്റിയെ കേറ്റിയെ എന്ന പരിഹാസഗാനം പ്രചരിച്ചപ്പോൾ പോലീസ് കടുത്ത നടപടികളിലേക്ക് നീങ്ങിയിരുന്നില്ല. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്രിമമായി നിർമ്മിച്ച ഫോട്ടോകൾ പ്രചരിപ്പിക്കുന്നത് ഗൗരവകരമായ കുറ്റകൃത്യമായി കാണുന്നതിനാലാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ഇത്തരം വ്യാജ ചിത്രങ്ങൾ ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുമെന്ന സമാധാന അന്തരീക്ഷം തകർക്കുമെന്നും പോലീസ് വിലയിരുത്തുന്നു. ഇതേ ചിത്രം നേരത്തെ UDF നേതാവ് അടൂർ പ്രകാശും പ്രചരിപ്പിച്ചതായിരുന്നു. അത് AI നിർമ്മിതമാണെന്നും ചൂണ്ടിക്കാട്ടി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട MV ഗോവിന്ദൻ കോൺഗ്രസ് നേതാക്കൾ ഇത്തരം വ്യാജ പ്രചാരണങ്ങളിലൂടെ സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും ആരോപിച്ചു. ഈ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നതിനായി വരും ദിവസങ്ങളിലും കർശനമായ നിരീക്ഷണം ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദം മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള ശക്തമായ വാക്പോരിലേക്ക് നീങ്ങുകയാണ്. അതിനിടയിലാണ് ഫോട്ടോയുടെ പേരിലെ കേസ്. അതീവ സുരക്ഷാ വലയത്തിലുള്ള മുഖ്യമന്ത്രിയുടെ അരികിലെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി രഹസ്യമായി എന്ത് കാര്യമാണ് സംസാരിച്ചതെന്ന് വെളിപ്പെടുത്തണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരുന്നു. പോറ്റിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സ്വർണ്ണക്കൊള്ള കേസ് പ്രതിയുമായി മുഖ്യമന്ത്രിക്കുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ തെളിവാണിതെന്ന ആരോപണമാണ് ചെന്നിത്തല ഉയർത്തുന്നത്. അന്വേഷണത്തെ അട്ടിമറിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി.